ഹേ ഗൈസ്, അങ്ങനെ നമ്മുടെ മുംബൈ യാത്രയിലെ എത്രാമത്തെ ദിവസം സത്യം പറഞ്ഞ ഒരുപാട് ദിവസമായിരുന്നു തോന്നുന്നു. 3 ദിവസം, 3ാമത്തെ ദിവസമാണ്. രാവിലെ കുറെ ആകുമ്പോൾ നമുക്ക് നല്ല പണി തന്നു കേട്ടാ. നമ്മൾ ഈ മുംബൈ ദർശൻ എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു മുമ്പ് ഇല്ലേ, പാക്കേജ്. ഇതിന് മുമ്പ് ഗവൺമെന്റ് സർവീസ് ചെയ്യായിരുന്നില്ലേ, പിന്നെ അത് അവർ നിർത്തലാക്കി. 8:30 വരാൻ പറഞ്ഞില്ലേണ. എന്നിട്ട് അവരെ പാട്ടിട്ടങ്ങ് പോയി. നേരത്തെ നമ്മൾ ബുക്ക് ചെയ്തത്, നമ്മളാണ്ട് ഇപ്പം പയ്യെ നമ്മളും കൂടി ചേസ് ചെയ്ത് പിടിച്ചോണ്ടിരിക്കുക. എമാരായിട്ടോ പൊക്കളഞ്ഞത്, എമാരെ ഓട്ടിച്ചിട്ട് നമ്മൾ പിടിച്ചില്ലായി ഫൈനലി. അണ്ണാ പ്രതികരിക്കണ, നമ്മള് കേരളക്കാരാണ് പ്രതികരിക്കണ. കാരണം വെള്ള തൊപ്പിയും രാവിലെ മനുഷ്യനെ കുഞ്ഞുമായിട്ട് രാവിലെ വെപ്രാളം പണിയേണ്ടി വന്നു. അയ്യോ, ഈ വണ്ടി ഒന്നും കഴിവൊക്കില്ല ഇവിടെ. കം ആയ വിട്രോളി ദാദാ, കം വിട്രോളി ദാദാ. അവനെ നോക്കി വെച്ചോ, അവനെല്ലാത്തിനും കാരണം അറിയാമോ എന്തോ കുരി ചേർത്ത് ഇടിക്കില്ലെങ്കിൽ. ഇന്ന് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെയാണ് ട്രിപ്പ്. Yes, now we are going for the Mumbai Darshan. It's Amchi Mumbai. അപ്പൊ ഇവരുടെ ഹണിമൂൺ. കല്യാണത്തിന് ഡാൻസ് കളിക്കുന്ന നമുക്ക് കളി. നമ്മളെ ഇവിടെ ടൂറിസ്റ്റ് ഡാൻസ് കളിച്ചിട്ടില്ലേ? ഇവിടെ അല്ല, അവിടെ നാട്ടിൽ കളിച്ചിട്ടില്ല. അന്ന് ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരുന്നാ. കച്ചിട 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 കച്ചിട. പിള്ളേരെ നോക്കി വായി നോക്കുന്നു. തുടങ്ങി നിന്റെ പരിപാടി ഇല്ലേ? ടൈംസ് ഓഫ് ഇന്ത്യയുടെ ന്യൂസ് പേപ്പർ അടിക്കുന്ന ഹെഡ് ഓഫീസ്. ഫുൾ ബ്ലറായിട്ട് കാണും. അത് ക്ലാസ്സിന്റെ നമ്മളില്ല ടൂർ പോകുന്നതാണ്, സ്കൂളിൽ നിന്നൊക്കെ കോളേജിൽ നിന്നൊക്കെ വൺ ഡേ ടൂർ ഒക്കെയാണ്. നമ്മോടെന്തേ അപ്പൊ ഗൈസ്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ മുംബൈ ഇറങ്ങും. നിങ്ങളും നിങ്ങൾ ഈ ബസ്സിലുണ്ട്, നിങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ജീരകവെള്ളം കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. വെള്ളം ഞാൻ അവന് 6 മാസം വരെ ഞാൻ വെള്ളം കൊടുത്തിട്ടില്ല. എങ്ങനെ പോയാലും ഒരു 8 മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര ഇഷ്ടം വെള്ളം. ഗ്ലാസ് കണ്ട അപ്പൊ വെള്ളം വേണം. ഇവിടുത്തെ സിഗ്നലിന്റെ ടൈം നീ കണ്ട 2 മിനിറ്റൊക്കെ 3 മിനിറ്റൊക്കെയാണ് സിഗ്നലിന്റെ ടൈം. പുള്ളി നമ്മളെ ടീച്ചർ, പുള്ളി നിന്ന് നമ്മൾ കൂട്ടായ്മയോടെ പുറകെ പോകുന്നു. അത് അമ്പുമായിട്ട് സ്കൂളിൽ ഫോൺ കൊണ്ടുവരുമോ ഫോൺ? നിന്റെ അച്ഛനമ്മയോടെ ഏത് സിനിമ? തിയേറ്റർ 1933 സ്റ്റാർട്ട് ചെയ്ത തിയേറ്ററാണ് അത്. അവിടെ എന്ത് പ്രത്യേകത? ഇപ്പോഴും ഉണ്ടോ? വർക്കിംഗ് ആണ്. ഈ സൈഡിലൊക്കെ പഴയ ബിൽഡിംഗ് ഒക്കെ ഇപ്പോഴും അതേ കണക്ക് ആ ഒരു പുതിയതായിട്ട് റിനോവേറ്റ് ചെയ്യുന്നില്ല, അതേ കണക്ക് കീപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഭംഗി, അടിപൊളിയായിട്ടുണ്ട്. എന്നിട്ട് വരുന്ന വഴിക്കൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. ഈ ബിൽഡിംഗ് ഒക്കെ നൈസ്. മുംബൈക്ക് പാട്ടില്ല അല്ലേ? മുംബൈക്ക് ഒരു പാട്ട് ഇറക്കേണ്ടിയിരിക്കുന്നു, ബാംഗ്ലൂരിന് ഇറക്കിയ പോലെ. നമ്മൂരു ബാംഗ്ലൂർ ഇറക്കിയ പോലെ മുംബൈ ഊരു ആരേലും ഊരു. 5 മണിക്കൊക്കെ ഇട്ടിട്ട് മോഹൻലാലിനെ കാണാൻ പോകും. അതിൽ ആലായിട്ട് ഒരു ദിവസം ചോദിച്ചിരുന്നു, രാവിലെ മുണ്ട് എന്താ മോനെ നീ രാവിലെ 5 മണിക്ക് നീ മുണ്ട കൊടുത്ത് നീ ഇവിടെ ഇല്ലെന്നാ അല്ലേ? എന്താ മോനെ, ഇവിടെ ഭയങ്കര ക്ലീൻ ആണ്. നല്ല ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി നോക്ക്, എല്ലാം നല്ല ക്ലീനാ ഗൈസ്. നൈസ് കേട്ടോ. നമ്മളങ്ങനെ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ, നമ്മളിത് സിനിമയിലൊക്കെ കണ്ടുള്ളൂ, ഫസ്റ്റ് ടൈമാണ് നേരിട്ട് കാണുന്നത്. പിന്നെ ഗൈസ് ആണ് നമ്മുടെ താജ് ഹോട്ടൽ. അങ്ങനെ ഗൈസ് കുറെ ഷോർട്സിനൊക്കെ കുറെ കറങ്ങിയൊക്കെ ക്ലിപ്പൊക്കെ എടുത്ത് കേട്ടാ. അടുത്ത് നമ്മൾ ബോട്ടിങ്ങിന് കയറുക. നമ്മൾ വന്ന ബസ്സില്ലേ, ആ പുള്ളി തന്നെ നമ്മളെ ഒരു 710 രൂപ എക്സ്ട്രാ വാങ്ങി. എന്നിട്ട് എല്ലായിടത്തും എൻട്രി ഫീ ആയിട്ട് പുള്ളി പറയുന്നത് നമ്മളായിട്ട് പോയി ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് കൂടുതലായിരിക്കും, നമുക്ക് ആ റേറ്റ് തന്നാൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിരിക്കും, അല്ലാതെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയൊന്നും. പിന്നെ നമ്മൾ മെനക്കേടാണ്, പുള്ളി തന്നെ നമുക്ക് ടിക്കറ്റ് ഒക്കെ കൊണ്ട് തരും. ബീച്ച് അമ്പൂട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നില്ലേ, കമ്മലൊക്കെ ഇട്ട് വലിക്കുകയൊക്കെ ചെയ്യും. അമ്പു പുതിയ പുതിയ ശീലങ്ങളാണ് അമ്പു അമ്മയെ നോവിക്കുന്നേ. ചേട്ടമ്പി കണ്ട മുടി പിടിക്കുന്നുണ്ടോ? മുടി പിടിച്ച് വലിക്കുക കേട്ടോ. അമ്പു കമ്മല് പിടിക്കുന്നു, കണ്ട കമ്മല് പിടിച്ച് വലിക്കുന്നു. അമ്പോ ഇച്ചിരി ടെൻഷൻ അടിച്ചില്ലേ ഇവിടത്തിലെ? ഓളം അടിക്കുന്നത് ഭയങ്കര. പിന്നെ അവര് കുഞ്ഞിനെ കൈ വാങ്ങിച്ചിട്ട് ചേട്ടനെ കൊടുത്ത്
ടെൻഷനായിരുന്നു അവനെ കയറ്റി വിട്ടത്. ഇവിടെ എല്ലാം മറ്റേ ടെററിസ്റ്റ് വന്ന് മറ്റേ അവിടെ അറ്റാക്ക് ചെയ്താ. പെട്ടെന്ന് നമ്മൾ ഈ ഒരു ബോട്ടിൽ ടെററിസ്റ്റ് വരുമെന്ന് വിചാരിച്ചോ, നീ പെട്ടെന്ന് എന്ത് ചെയ്യും? പെട്ടെന്ന് ഒന്നിച്ചു മരിക്കുക. അവരെ കീഴ്പ്പെടുത്തണമെന്നില്ല. എന്നെ കൊണ്ടൊന്നും ശോകം മെന്റാലിറ്റി ബിച്ചുണ്ണ അത് കൊടുക്കത്തില്ല. കൊടുക്കരുത് ടെററിസ്റ്റിന്. കടലിൽ ചാടും. എന്നാലും ടെറസിന് തോറ്റു കൊടുക്കൂല. കടലിൽ ചാടും. കടലിൽ ചാടിച്ചാവും. വിജയെ പോലെ നമ്മൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കും. ഇത് മോഹൻലാലാ ഷോൾഡർ വളർത്തി വിജയ് അതെ അതെ. Terrorist will come now. What I will do? Sure shot. First I will get scared. Very first thing I will get scared. And I'll buy जाने देना छोड़ना जाने देना like this. I will tell him. Answer. He jumped to sea. Because he knows swimming. So I don't know swimming. First let him say selfish. See how is my husband? എന്താ പറഞ്ഞു കൊടുക്കണ്ട. ചേച്ചി രക്ഷിക്കുന്ന അമ്മടുത്ത് അവരെ ഉപദേശിച്ച് നന്നാക്കാൻ പോകും. മക്കളെ ഇത് ചെയ്യേണ്ടതൊക്കെ അവർ ചെയ്തിട്ട് പൊക്കോളും. നമ്മളൊന്നും ചെയ്യണം, വെറുതെ ഇരുന്നാൽ മതി. ഇവിടെ ഫാമിലി ഫോട്ടോ എടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, ഫോട്ടോഗ്രാഫർ മുതൽ ഭയങ്കര ശരി, ഭയങ്കര ശരി. ഇന്ത്യ ഗേറ്റും ബോട്ടിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. ഇപ്പൊ നല്ല വെയിലല്ലേ? ഭയങ്കര വെയില്. ഇപ്പൊ സമയം ഗൈസ് 11:38. എന്റെ കമ്മല്, എന്റെ മുടി, എന്റെ ക്ലിപ്പ് നോക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം സത്യം പറഞ്ഞാൽ ക്രോപ്പ് ടോപ്പ് ആണ്. ഈ ആൾക്കാർക്ക് ഫാഷൻ എന്നൊക്കെ പറഞ്ഞാലേ ക്രോപ്പ് ടോപ്പ് ആണ് ബെസ്റ്റ്. ഈ ഷാള്, ഈ ചുരിദാർ ഫീഡിങ്ങിനും പാടാണ്. അതുപോലെ തന്നെ ഇവനെയും വെച്ചുണ്ടത് ക്രോപ്പ് ടോപ്പ് ഇസ് ബെസ്റ്റ്. ഈ നമ്പർ പ്ലേറ്റ് എന്താണ് ഈ കളർ എന്ന്? 35cc. ഞാൻ ആദ്യമായിട്ടാണ്, ഞാൻ റോഡിൽ പോലും ഇങ്ങനെ കണ്ടിട്ടില്ല. ആർമിയുടെ അല്ല, ഉദ്യോഗസ്ഥരായാലും നമ്മുടെ ഗവൺമെന്റ് വെഹിക്കിളിനെല്ലാം MH ആണല്ലോ, അല്ലെങ്കിൽ KL ആണല്ലോ. പക്ഷെ ഇത് ഒരു ബ്ലൂ കളർ, ഒരു ഐഡിയ ഇല്ല. ഫ്രണ്ടിലും ഉണ്ട്. ആ ഫ്രണ്ടിലും ഉണ്ട്. ഓ അത് ബെൻസാ. ബ്ലൂ കളർ. ഇവിടെ ഇരിക്കാൻ സുഖമുണ്ട്, പക്ഷെ ചൂട് മുതു പൊള്ളുന്നില്ലേ? വർക്കൗട്ടായി, നല്ല വർക്കൗട്ടാ. നടന്ന് സെറ്റ്. ഇവിടെ ഓഡിയോ ഗൈഡ് ഉണ്ട് കേട്ടോ, നമുക്ക് ലാംഗ്വേജ് മനസ്സിലാവാം. പക്ഷെ ബാക്കി എല്ലാം ഉണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, മറാത്തി ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ജാപ്പനീസ് ഉണ്ട്, സ്പാനിഷ് ഉണ്ട്. എന്തുകൊണ്ട് നമ്മളെ മലയാളം ഉൾപ്പെടുത്തില്ല? 200cc യോ? 200cc എന്ന് പറയുമ്പോ എത്ര? ഇപ്പൊ 2000 ആയില്ലേ? 200 കൂട്ടിക്കോ. മാൻഡ്രാക്കിന്റെ തല കാശ്. അതേട്ടാ മാൻഡ്രാക്കിന് ഇതൊന്നും ആരും എടുത്തോണ്ട് പോകത്തില്ല. ബോംബെയിൽ വെയിലുണ്ട്, ചൂടുണ്ട്. ഞാൻ ഇവിടെ സെക്യൂരിറ്റി പോസ്റ്റ് ആയിട്ട് ഒരു ചേട്ടന്റെ കസേര ഇരിക്കും കേട്ടോ. അടുത്ത് നടന്ന അടപ്പടവി എന്നൊക്കെ പറഞ്ഞാൽ തെറിച്ചടപ്പ്. അയ്യ മൃദുലൊക്കെ വയ്യ, കിടന്നാ മതി. ചേട്ടൻ പറഞ്ഞ് 20 meters ആണോ നടന്നത്? ഗായ്സ്, അംബാനിയുടെ വീട്. ലുക്ക് അറ്റ് ദാറ്റ്, അംബാനിസ് ഹൗസ്. പുള്ളി വീട്ടിൽ കാണോ? പിന്നെ നിതാംബാനി കാണൂല്ലേ? അയ്യോ എന്തു സൈസാടി. അത് ഒരാളുടെ വീടാണെന്നല്ലേ. സെറ്റില്ലേ? അത് ഇങ്ങനെ വണ്ടിക്കകത്തിരുന്ന് കാണാനാ ഭംഗി. ഇല്ലേ രസം? അടിപൊളി കേട്ടാ. നോർത്ത് ഇന്ത്യൻ ഷോപ്പിൽ വന്നിരിക്കുകയാണ്. മൃദുല നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഇവിടെ ബീഫ് ചാപ്സ് ചോദിക്കാൻ വേണ്ടി പോവാ. ബീഫ് ചാപ്സ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നാമ്പുറത്ത് അടുക്കളയിൽ കൂടെ എന്റെയും ബിച്ചുണ്ണിന്റെ ഒരു ഓട്ടം. ട്രിവാൻഡ്രത്ത് നിന്ന് പാവബജി അടിച്ചിട്ടുണ്ട്. ഇനി നമ്മള് മുംബൈയിൽ നിന്ന് നമ്മുടെ പാവബജി അടിക്കാൻ. എന്ത് ഇത് ഒഴിക്കണം? എവിടെ ഒഴിക്കണം? ഇതിന്റെ മുകളിൽ, കറിയുടെ മുകളിൽ. ഓണിയൻ.
നമ്മൾ ഗൈസ് ലെവൻഡി മറ്റേ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ്. എന്തുവാണ് സംഭവം എന്ന് അറിയത്തില്ല. സീറ്റൊക്കെ അനങ്ങും അടിപൊളിയാന്നൊക്കെ പറയുന്നത്. എന്തുവാന്ന് പോയി നോക്കണം. നടക്കുന്നതാണ് എവിടെ ഒരിടത്തും. നമ്മളിവിടെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പാർക്കിംഗ് എന്ന് പറയുന്നത് നടക്കത്തില്ല. എല്ലായിടത്തൊന്നും പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. പലയിടത്തും നമ്മൾ വണ്ടി വേറെ സ്ഥലത്ത് പാർക്കിംഗ് ഉള്ളിടത്ത് ഇട്ടിട്ട് നമ്മൾ നടന്നു വേണം അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ ഇപ്പോൾ വണ്ടി അവിടെ കൊണ്ടിട്ട് അവിടെ പാർക്കിംഗ് ഉള്ളൂ. ഇനി ഇവിടെ നിന്ന് നമ്മൾ നടന്ന് ആ സ്ഥലത്തോട്ട് പോകണം. എല്ലായിടത്തും അങ്ങനെയാണ് കേട്ടോ. പാർക്കിംഗ് ഇവിടെ ഇല്ല. എല്ലായിടത്തും വണ്ടി ഇടാൻ പറ്റില്ല. അപ്പോഴേ പെറ്റിടിക്കും. ഇത് ബാഹുബലി പ്രതീക്ഷ പോയിട്ട് എന്നാൽ ബറൂസാണ്. ബറൂസാണ് ബാഹുബലി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത് ബറൂസ് ആവും. കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിനകത്ത് കയറ്റിക്കൂടെ കേട്ടോ. അതുകൊണ്ട് അവര് പോയിട്ട് വന്നിട്ട് നമ്മളെ കേറ്റുന്ന നമ്മളെ പിടിച്ചിരിക്കണം. അവരെ ഈ സീറ്റൊക്കെ ഭയങ്കരമായിട്ട് എടുത്ത് പറപ്പിക്കുന്നൊക്കെ പറയുന്നത്. എന്തോന്ന് ഭയങ്കര കണ്ടറിയാം. എങ്ങനുണ്ട്? ആണോ? സൂപ്പർ. ഒരു ഇതുമില്ലല്ലേ. ഒന്നാമത്തെ കാര്യം നമ്മള് ഇത് നമ്മുടെ എന്താ പറയുന്നത്, നമ്മളെ മറ്റേ VR ഉള്ളതുകൊണ്ട് അതിനകത്ത് നമ്മളിത് ഈ സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിന്റെ മറ്റേ പാളമാണ് സംഭവം. പഴയ പരിപാടിയാ തന്നെ. പക്ഷെ ഞാൻ വിചാരിച്ചു നമ്മളെ വണ്ടർല പോലെ അങ്ങനെ സ്റ്റോറി ബേസ്ഡ് ആയിരിക്കും വിചാരിച്ചു. ഞാൻ അത് എക്സ്പെക്ട് ചെയ്ത. അത് VR ചെയ്തല്ല നൈസ്. നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇത് ഭയങ്കര ഒട്ടും ക്ലാരിറ്റി ഇല്ല. വെറുതെ ആൾക്കാർ ക്യൂ നിന്നാ കേറുന്നത്. എന്തിനോ എന്തോ എനിക്കറിയാൻ പയ്യ. ഒരു കാശിനും കൊള്ളത്തില്ല സാധനം. ലെവൻഡി അണ്ണാ നമ്മളിപ്പോ എന്ത് ബ്രിഡ്ജാ? സീലിംഗ് ബ്രിഡ്ജ്. ഓ ഇത് വളഞ്ഞില്ല ഫാൻ പോലെ. നോക്കുക സെറ്റ് ഇട്ടാ. കഴിച്ചപ്പോ നമ്മുടെ ലെവൻഡിയും പരിപാടി കഴിഞ്ഞിട്ട് നമ്മളിതൊരു സീലിംഗ് ബ്രിഡ്ജിലൂടെ പൊക്കോണ്ടിരിക്കുക കേട്ടാ. ഫസ്റ്റ് ടൈം അടിപൊളി കേട്ടോ. ഇതൊക്കെ എങ്ങനെ കൺസെപ്റ്റ് ചെയ്തായിരിക്കും. എല്ലാം ബീച്ചില് നോക്കുക. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ടുഡേ മുംബൈ യാത്ര? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നമുക്കറിയാം ഞാൻ എടുക്കണം. Some usual mother things. വേണമെങ്കിൽ മുതലൊക്കെ എൻജോയ് ചെയ്തു എന്ന് പറയാം. പക്ഷെ ഇവിടെ പറഞ്ഞില്ല. കാരണം എൻജോയ് ഇവിടെ അത്ര ചെയ്തില്ല. കാരണം അമ്മൂട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു. ഒന്ന് ഇവിടെ പിടിച്ചു വലിക്കും. എന്റെ ഷാളൊക്കെ എന്ത് ചെയ്യുന്നു. പിന്നെ പ്രത്യേകിച്ച് ഈ ഡ്രസ് എനിക്ക് ഭയങ്കര കാണാൻ കൊള്ളാം. പക്ഷെ ഫീഡിങ് ഇല്ലാത്തതുകൊണ്ട്. ലെവൻഡി നൈസ് അല്ലായിരുന്നു. ലെവൻഡി ക്യാപ്പ് വെച്ച് അതിന് കിട്ടൂലല്ലേ. അവൻ കണ്ടേ കളിക്കും. അല്ലാതെ കടിക്കണം. ഇവിടെ കടിക്കണം. എങ്ങനെ കടിക്കണം അറിയാൻ വയ്യ. നിക്ക് ഞാൻ വാങ്ങിക്കാം. നീ വേ ചോണയുണ്ടേ. നീ ഊരി എപ്പോഴേ ഊരി. ഷാറുഖ് ഖാന്റെ വീട് ഏതാ? പണി നടക്കും കേട്ടോ. ഇതാട്ടോ ഷാറുഖ് ഖാൻ വീട്. ഫുള്ള് കണ്ട വേലിയൊക്കെ ഇട്ട് ഫുൾ പ്രൊട്ടക്ഷൻ ആട്ടോ. ഷാറുഖ് ഖാനോട് ഒരു ഈച്ച പോലും കേറില്ല. ഇവിടെയാ? ഓ ഞാൻ ആള് നിൽക്കുന്നുണ്ടാ. സ്റ്റാൻഡൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ കേറി നിക്കാനൊക്കെ. അടിപൊളി. പുള്ളിയുടെ വീട്ടിലെ ഗേറ്റിന്റെ അടം വരെ ചുമ്മാ നിൽക്കുക ആൾക്കാർ. ആ സന്തോഷം. ഞാൻ ഷാറുഖ് ഖാന്റെ അടുത്തെത്തിയ പോലത്തെ ഫീൽ അവർക്ക്. ആ ഗേറ്റ് വിജയുടെ ആണെങ്കിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ലേ, ഗേറ്റിന്റെ ഫ്രണ്ട് ചെയ്യുന്ന ഫോട്ടോയും വീഡിയോ കിടക്കും. എന്റെ പൊന്നു ഇവരെയൊക്കെ നമ്മളെ വർക്കിലെ കൊണ്ടുവരണം കേട്ടോ. ഇവരൊക്കെ മരിക്കും. കാരണം ഇവിടെ വേറെ ബീച്ചൊന്നും ഇല്ലല്ലോ. അതൊരു വലിയ രസമൊന്നുമില്ല ബീച്ച്. ഫുള്ള് അഴുക്കും അത് പ്ലാസ്റ്റിക്കും അത് ഇതുവാ. വന്ന് മറിയാണ് ആറ്റേ പൊങ്കാല. പക്ഷെ നമുക്ക് കാണുമ്പോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മളെ അടിപൊളി ബീച്ചൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് നോക്കി ജനം നോക്കി എന്തുവാണ്. ദൈവമേ, മൃദുലയും അമ്മ എല്ലാവരും കാറിലാട്ടോ. കാറിലല്ല ബസ്സിലാട്ടോ. അല്ലെങ്കിൽ പിന്നെ ഗോവയൊക്കെ പോണം. അതുകൊണ്ടാണ് നമ്മളെ വർക്കലയിലൊക്കെ ഇത്ര നോർത്ത് ഇന്ത്യൻസ് വരുന്നത്. പക്ഷെ ഇത് നമ്മളെ ബീച്ചിന് അടുത്ത് തന്നെ ഉള്ള ഷോപ്പാട്ടോ. അവിടെ ഫുള്ള് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് ചെയ്യണം. ഇങ്ങനെ നമ്മളെല്ലാം വിളിച്ച് അവര് കയറ്റിക്കൊണ്ടിരിക്കുക. നല്ല തിരക്കുണ്ട്. ഫുള്ള് പാനിപ്പൂരിയും പാവ് ബജിയും കുറെ നമ്മളവിടെ നമ്മളെ കോഴിക്കോടിലെ ചൊരണ്ടി ഐസ് ഇല്ലേ, ചൊരണ്ടി ഐസ്, അതിന്റെ ഒരു മിഷനും സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. കണ്ട് ഇതിനകത്തിട്ട് ക്രഷ് ചെയ്ത് ഐസ് എടുത്തിട്ട് അവരതിനകത്ത് കുറെ കളറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കും.
പക്ഷെ നമുക്ക് എനിക്ക് ഇവരുടെ പല ഫുഡും നമുക്ക് അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മളെ ഇത് ഫുള്ള് ഇതിനകത്ത് ഫുള്ള് പ്യൂർ വെജാണ്. വെജ് മാത്രമേ ഉള്ളൂ. നമ്മളെന്ന് പോയിടുന്ന എല്ലായിടത്തും വെജ് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും ഉരുളൻകിഴങ്ങ് ഗ്യാസ്. പിന്നെ നമ്മളവിടെ പോകുമ്പോൾ അവിടുത്തെ ഫുഡ് കഴിക്കണം. പക്ഷെ എന്നാൽ പോലും നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് കഴിക്കുമ്പോൾ നമുക്കൊരു വയറ്റിൻ്റെ ബുദ്ധിമുട്ട് വരും. എനിക്ക് ബുദ്ധിമുട്ട് വരും. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ എല്ലാവർക്കും പ്രശ്നം വരത്തില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഗ്യാസാ. ഇന്നലെയും പൂരി, പിന്നെ നമ്മുടെ ആലു പൊറോട്ട, റൊട്ടി, പിന്നെ മറ്റേ പരിപ്പ് കറി. ഇന്നും അത് തന്നെ കഴിച്ചത്. ഇന്ന് മഷ്റൂമിന്റെ കറി, പരിപ്പ് കറി, റൈസ്. അപ്പൊ ഫുള്ള് വെജിറ്റേറിയൻ മാത്രം കഴിക്കുമ്പോൾ നമുക്ക് വയറ്റിനൊരു ഗ്യാസാണ്. അവന്റെ വണ്ടി അവ ഇരുന്ന് കാണുന്ന അവനെ അറിയാം കേട്ടോ. ഹേ ഗായ്സ്, അപ്പം മുംബൈ ദർശൻ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ആർക്കും റെക്കമെൻഡ് ചെയ്തില്ല. കാരണം ഒരു നല്ല വെയിലത്തൊക്കെ കൊണ്ടിട്ട് ബസ് AC ഒന്നും ഇടാതെ അങ്ങ് ഇട്ടിരുന്ന കേട്ടോ. കുഞ്ഞൊക്കെ ആകെ വിയർത്ത്. അതിനകത്തുണ്ടായിരുന്ന ഒരുപാട് മക്കളുണ്ടായിരുന്നു. എല്ലാവരും കരച്ചിലും ബഹളം ഒക്കെ ആയിരുന്നു. അവർ എന്തുകൊണ്ട് അത് ഇങ്ങനെ ചെയ്തു എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സോ അത്ര നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നു. പക്ഷേ നല്ല കണ്ട സ്ഥലങ്ങളെല്ലാം നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഒരു കാർ റെൻറ്റിനെടുത്ത് പോകുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. സോ അപ്പം ഇത് നമ്മുടെ അമ്പൂട്ടൻ്റെ പുതിയ മുംബൈയിലെ കൂട്ടുകാരനാണ്. പേര് വിൻസ് എന്നാണ്. അപ്പോൾ ഇവരും ഭയങ്കര കമ്പനിയും കളിയും ചിരിയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ കാണുന്നവരേക്കും ലവ് ആൻഡ് ബൈ ഗൈസ്.